എൻ്റെ പേര് രാഹുൽ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. എന്ത് കാരണത്താലാണ് ശ്രീ ഗുരുകൃപ വന്നത്? ആക്ച്വലി എൻ്റെ ഈ ബാക്ക് ഷോൾഡർ പെയിനിലായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് കിടക്കാനും അങ്ങനെ വണ്ടി ഓടിക്കാനും ഒന്നും പറ്റുന്നില്ല. ഞാൻ കൂടുതലും ബൈക്ക് ട്രാവൽ ചെയ്യാനാണ് പോകുന്നത്. അപ്പം ആ സമയത്തൊന്നും വണ്ടി ഓടിക്കാനും പിന്നെ കിടക്കാനും ഒന്നും പറ്റുന്നില്ല. ഭയങ്കര ഷോൾഡർ പെയിനും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. എത്ര ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ചെയ്തിരുന്നത്? ഒരു ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ്. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ചെക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. രണ്ടാമത്തെ ദിവസം ഉഴിച്ചിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പോയത്. ആ ദിവസം തന്നെ ആക്ച്വലി എനിക്ക് കുറച്ച് നല്ല ആശ്വാസം തോന്നിയിരുന്നു. ആ ഒരു പെയിൻ റിലീഫൊക്കെ നന്നായിട്ട് എന്താ പറയുക എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മരുന്ന് എന്തെങ്കിലും തന്നിരുന്നോ? മരുന്നായിട്ടൊന്നും തന്നിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ഫുഡിൻ്റെ ഡയറ്റ് മാത്രം എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ചികിത്സയെ പറ്റി എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ അലോപ്പതിയാണ് വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലോപ്പതിയിൽ നിന്നിട്ട് കുറച്ച് സമയം എടുക്കുമെന്നാണ് ഈ ആയുർവേദത്തിലോട്ട് വരുമ്പം എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കത് പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഷോൾഡർ പെയിൻ മാറിയും പിന്നെ കുറച്ച് നല്ല റിലീഫ് കിട്ടി. കുറേ നാൾക്ക് ശേഷം നല്ലൊരു ഉറക്കവും വൺ ഡേ നമ്മളുടെ ബോഡിയിലുള്ള ആ ഉഴിച്ചിലും ബാക്കിയുള്ള പത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് നല്ല ആശ്വാസം കിട്ടിയത് ഈ ഒരു അലോപ്പതി വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രീറ്റ്മെൻറ്റ് വന്നതിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ട്രീറ്റ്മെൻറ്റിൽ ആക്ച്വലി ഡോക്ടർ അഖിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പം ഇതിനു മുന്നേ ഞാൻ അഖിലിൻ്റെ അച്ഛനോടാണ്, വൈദ്യനാണ് അച്ഛൻ, അപ്പം അച്ഛനോട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം രണ്ടാമത് ഞാൻ ഒരു വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അലോപ്പതിയെ കാണിക്കുന്നതിനും ബെറ്റർ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അഖിലിനോട് സജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അഖിലാണ് പറഞ്ഞത് എനിക്ക് ഒരു സുഖചികിത്സ എന്ന രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവനോട് കാര്യം പറയുകയും വിശദമായിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതുപോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ തന്നെ സുഖചികിത്സയിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ള മറ്റുള്ളവർക്ക് ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആയുർവേദം എന്ന് പറയുമ്പം ഒരുപാട് പേര് പറയുന്നത് കുറച്ച് ലോങ് ടൈം പ്രോസസ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ലോങ് ടൈം പ്രോസസ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന പെയിൻ റിലീഫൊക്കെ നല്ല രീതിയിലുണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സൂചിച്ച ആവശ്യം ഞാൻ എൻ്റെ അമ്മേനെയും ആയുർവേദത്തിൽ 1-2 വട്ടം സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഗുരുകൃപയുടെ വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. പെട്ടെന്ന് എനിക്ക് അടുത്ത എന്ത് രോഗം വന്നാലും ഞാൻ ഉടനെ ഡോക്ടർ അഖിലിനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്. ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഉപരി എനിക്ക് ഫസ്റ്റ് ടൈം എനിക്കൊരു ബോഡിയിൽ നല്ല അത്രയും എഫേർട്ടായിട്ട് എനിക്ക് എഫക്റ്റീവായിട്ടൊരു റിപ്ലൈ കിട്ടിയത് ഗുരുകൃപയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇതിനെ സജസ്റ്റ് ചെയ്തു. ട്രീറ്റ്മെൻറ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? സുഖചികിത്സ എന്നുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ മസാജാണ്, അതായത് കളരിത്തിരുമൽ എന്ന് പറയുന്ന രീതി, ആ ഒരു മുറയിലാണ് തിരുമിയത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് നാഡീനരമ്പുകളൊക്കെ നോക്കിയിട്ട് തന്നെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളും ഇപ്പം ബോഡിയിലുള്ള വരാനിരിക്കുന്ന അസുഖങ്ങളെ പറ്റിയൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. കാരണം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ പോലും അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു സ്റ്റീം ബാത്തും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ സ്റ്റീം ബാത്തും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു റിലീഫാണ് എനിക്ക് ഭയങ്കരമായിട്ടും അനുഭവപ്പെട്ടത്. അഖിലിനോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? വളരെ വളരെ നന്ദി മാത്രം പറയാനുള്ളൂ. കാരണം ഇപ്പോഴും ഇപ്പം അതിനുശേഷം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ പോലും ഞാൻ അഖിലിനെയാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. കാരണം എനിക്കറിയാം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും അതിനപ്പുറം ഒരു ഡോക്ടർ എന്നുള്ളൊരു നിലയിൽ എനിക്ക് എന്താ പറയുക, വളരെ വളരെ കടപ്പാടുണ്ട്. സുഹൃത്ത് എന്നുള്ളത് ഒരു മുൻഗണനയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ, ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക നന്ദി അഖിലിനോട് പറയാനുണ്ട്. താങ്ക് യു.